എത്ര പെട്ടെന്നാലേ ദിവസങ്ങൾ കഴിഞ്ഞു പോയത്. ഈ അടുത്താണ് നമ്മളിലേക്ക് റമദാൻ വന്നത്. നമ്മളൊന്ന് സ്പിരിച്വലി ഗ്രോത്ത് ആയി കഴിഞ്ഞപ്പോഴേക്ക് ഇതാ ദുൽഹിജ്ജ എത്തി. ദുൽഹിജ്ജ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പവിത്രതയേറിയ ഒരു സമയമാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ പല ഇമാമുമാരും പറയുന്നതായിട്ട് കാണാൻ കഴിയും. നമ്മളേറ്റവും പവിത്രമായി കാണുന്ന റമദാനിലെ അവസാനത്തെ 10-നേക്കാൾ മഹത്വമേറിയ ദിവസങ്ങളാണ് ദുൽഹിജ്ജ 1 മുതൽ 10 വരെ. അതായത് ആരാധനയുടെയും ഒരുപാട് ഓർമ്മ പുതുക്കലുകളുടെയും ത്യാഗസ്മരണകളുടെയും സമയമാണ് ഈ ദുൽഹിജ്ജ എന്ന് പറഞ്ഞത്. പ്രത്യേകിച്ച് നമ്മളെല്ലാവരും ഈ ഒരു ബലിപെരുന്നാൾ, അതുപോലെ തന്നെ ഉളുഹിയത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ടും ഈ ദുൽഹിജ്ജയെക്കുറിച്ച് ഓർക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ ദുൽഹിജ്ജയുടെ പവിത്രതയെക്കുറിച്ചോ എന്താണ് ഇത്ര പവിത്രത കിട്ടാൻ കാരണമായതെന്നതിനെക്കുറിച്ചോ ഒന്നും നമ്മൾ ആരും അധികം ചിന്തിക്കാറോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കാറോ ഇല്ല. ദുൽഹിജ്ജ മാസം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കൂടുതലായിട്ട് നമ്മൾ അറിയുന്നത് സ്മരണകളെക്കുറിച്ചാണ്. ഇപ്പോൾ ദുൽഹിജ്ജ മാസത്തിലാണ് ഉളുഹിയത്ത് നടക്കുന്നത്. അതേപോലെ തന്നെ ബലിപെരുന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഉളുഹിയത്ത് നടക്കുക. അപ്പോൾ അതൊരു സ്മരണയാണ്. അതേപോലെ തന്നെ ഹജ്ജിൻ്റെ ഈ ഒരു കർമ്മത്തിൽ സഫാ മറുകൾക്കിടയിലുള്ള ആ സഴിയും അതേപോലെ തന്നെ ആ അറഫയിൽ നിൽക്കുന്ന ആ സംഭവമൊക്കെ അതൊക്കെ ഒരു സ്മരണയാണ് ശരിക്കും പറഞ്ഞാൽ. അതേപോലെ തന്നെ വെച്ചാൽ ഈ ഒരു സ്മരണകളിലൊക്കെ കടന്നു വരുന്നൊരു പുരുഷനുണ്ട്. അതാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. അതെ, ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അബുൽ അംബിയ എന്നാണ് പറയപ്പെടുന്നത്. അതായത് നബിമാരുടെയൊക്കെ പിതാവ് എന്ന് പറയുന്നത്. അത് എല്ലാ നബിമാരും മുഹമ്മദ് നബി ഒഴിച്ച് ബാക്കിയുള്ള നബിമാരൊക്കെ വന്നത് ഒരു മകനിലൂടെയും മുഹമ്മദ് നബി തങ്ങൾ വന്നത് അതായത് ഹാത്തിമുൻ നബിയായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ 2 മക്കളാണ് യഥാർത്ഥത്തിൽ ലോകത്ത് ഏകദേശം അമ്പിയാക്കളുടെയും ഒരു പിതാവായി വരുന്നത്. എന്ന് വെച്ചാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഒരു മകനാണ് ഇസ്ഹാഖ് അലൈഹി സ്വലാം. ഇസ്ഹാഖ് അലൈഹി സ്വലാമിൻ്റെ മകനായിട്ടാണ് യാക്കൂബ് അലൈഹി സ്വലാം. അങ്ങനെ ഒരു ബനു ഇസ്രായേലിലെ ആളായിട്ടാണ് നേരെ ഇസ്ഹാഖ് അലൈഹി സ്വലാമിലേക്ക് ചെന്നുചേരുന്നത്. എന്നാൽ ഇസ്മായിൽ അലൈഹി സ്വലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്മായിൽ അലൈഹി സ്വലാമിൻ്റെ മകനായിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ പരമ്പരയിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് അബുൽ അംബിയ എന്നുള്ളൊരു പേര് കൂടി മഹാനവറുകൾക്ക് കിട്ടിയത്. മാത്രമല്ല ഈ ഇബ്രാഹിം നബിക്ക് ഇത്രത്തോളം അതായത് ഒരു പവിത്രത കിട്ടാൻ അല്ലെങ്കിൽ എല്ലാം ഈ ഒരു ദുൽഹിജ്ജ മാസത്തിൻ്റെ മുഴുവൻ ഓർമ്മകളും ഇബ്രാഹിം നബിയെക്കുറിച്ചുള്ള ഓർമ്മകളാണ്. അപ്പോൾ ഇബ്രാഹിം നബി എന്ന് പറഞ്ഞാൽ വളരെ പവിത്രനായൊരു പുരുഷനായിരുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്ത്യാനിറ്റിയുടെ ഇടയിലാണെങ്കിലും ജൂതന്മാരുടെ ഇടയിലാണെങ്കിലും മുസ്ലിങ്ങളുടെ ഇടയിലാണെങ്കിലും വളരെ കേളികെട്ടൊരു പുരുഷനാണ് ഇബ്രാഹിം നബി എന്ന് പറഞ്ഞാൽ. പിന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുള്ള ഈ മദീനയിലെ യഹൂദികളും അതുപോലെ നജറാനിലെ ക്രിസ്ത്യാനികളൊക്കെ അവരുടെ അനുയായികളോട് ഇങ്ങനെ പറയും, നമ്മളുടെ മതത്തിലേക്ക് ക്രിസ്ത്യാനിയിലേക്ക് നിങ്ങളൊക്കെ ക്രിസ്ത്യാനികളാവൂ അല്ലെങ്കിൽ യഹൂദികളാവൂ എന്നൊക്കെ അവരിങ്ങനെ പറയുമ്പോൾ അല്ലാഹു തആല മുത്തുനബിയോട് പറയും, ഖുൽ ബൽ മില്ലത്തെ ഇബ്രാഹിം ഹനീഫ. നിങ്ങൾ അവരോട് പറയണം, ഈ യഹൂദികൾ മക്ക മുശ്രിക്കുകളോട് നിങ്ങൾ പറയണം, നിങ്ങൾ മില്ലത്ത് ഇബ്രാഹിമിലേക്ക് വരൂ. സൂറത്തുൽ ബഖറയിലാണല്ലോ സൂറത്തുൽ ബഖറ. അങ്ങനെ നിങ്ങൾ മില്ലത്ത് ഇബ്രാഹിമിനെ പിന്തുടരൂ എന്ന് പറയുന്നുണ്ട്. അവിടെ ഈസാ നബിയുടെ മില്ലത്തിനെയോ അല്ലെങ്കിൽ ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ മില്ലത്തിനെയോ പിന്തുടരാമെന്ന് പറയുന്നില്ല. മറ്റു പ്രവാചകന്മാരുടെ ഒന്നും മില്ലത്തിനെ പിന്തുടരാൻ പറയാതെ തന്നെ ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ പിന്തുടരൂ എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ അത്രത്തോളം ഇബ്രാഹിം നബിക്ക് മാത്രം ആ ഒരു പവിത്രത കിട്ടാൻ എന്തായിരിക്കും അതിൻ്റെ മില്ലത്ത് ഇബ്രാഹിമിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് സംശയങ്ങളാണ് ഉടലെടുക്കുന്നത്. വെച്ചാൽ വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലായിട്ട് മില്ലത്ത് ഇബ്രാഹിമിനെ ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊരു കുറേ ആയത്തുണ്ട്. ഒരായത്ത് കാണാം, വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹിം ഇല്ലാ മൻ സഫിഹ നഫ്സഹു. എന്ന് വെച്ചാൽ ഈ ആയത്തിൻ്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മില്ലത്തിനെയും വിട്ട് മറ്റ് മില്ലത്തുകളെ ആഗ്രഹിക്കുന്നവരാരോ അവർ സ്വന്തം നഫ്സിനെ വിഡിത്തം നടിച്ചവരല്ലാതെ എല്ലാം എന്ന് ഖുർആൻ. ആ ഒരു മഞ്ഞ് എന്നുള്ള അടുത്ത ഒരു മഞ്ഞില്ല, ഒമൈ അർഗബ് എന്നുള്ള ആ മഞ്ഞ് എന്നുള്ളത് എന്താണ്, തൗബീഹിൻ്റെ മഞ്ഞാണെന്നും അതേപോലെ തന്നെ ഒരു ഇൻകാറിൻ്റെ മഞ്ഞാണെന്നൊക്കെ പറയുന്നുണ്ട് മുഫസ്സിരീങ്ങൾ. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിപ്പോൾ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനികൾ ഈസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ചല്ല അവർക്ക് പറയാനുള്ളത്. അവർ നേരെ പറയുന്നത് വെച്ചാൽ മറിയം ബീവിയിലൂടെ അവർ ഇസ്രായേലിലേക്ക് എത്തുന്നു, അഥവാ ഇസ്ഹാഖ് അലൈഹി സ്വലാമിലേക്ക് എത്തുന്നു. പിന്നെ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിൻ്റെ വാപ്പ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിലെത്തും. അങ്ങനെ അവർ ആ ഒരു ഇബ്രാഹിം നബിയെക്കുറിച്ച് അവരെന്താക്കുക മഹിമ പറയുക. അതേപോലെ തന്നെ നേരെ നമ്മൾ യഹൂദികളെ സംബന്ധിച്ചുള്ള യഹൂദികൾ അങ്ങനെ തന്നെ പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ 6ാമത്തെ മകനായിട്ടാണ് ആര് വരുന്നത്, മൂസ നബി അലൈഹി സ്വലാം വരുന്നത്. അപ്പോൾ യഹൂദികൾ അവരുടെ പ്രവാചകന് മൂസ നബി അലൈഹി സ്വലാം ഇബ്രാഹിം നബിയിലേക്ക് എത്തിച്ചേരുന്നു പറഞ്ഞിട്ട് ഇബ്രാഹിം നബിയുടെ എന്താക്കും മഹിമ അവർ കൂടി പറയുന്നുണ്ട്.
അപ്പോൾ അവർക്കൊക്കെ എന്താണ് ഇബ്രാഹിം നബി ആയിട്ട് സ്വീകാര്യനായ ഒരു നബിയാണ് ഇബ്രാഹിം നബി. അപ്പോൾ ഈ മില്ലത്ത് ഇബ്രാഹിമിനെ പിന്തുടരുമെന്ന് പറഞ്ഞത് മാത്രമല്ല, നമുക്കറിയാം ഈ നബിതങ്ങൾ വരലോടുകൂടെ മുമ്പുള്ള എല്ലാ പ്രവാചകന്മാരുടെയും അവരുടെ ശരീഅത്തും അവരുടെ കിതാബുകളും ഒക്കെ എടുക്കപ്പെടുകയാണ്. അതൊന്നും പിന്നീട് പ്രാബല്യത്തിലില്ലാതെ വരികയാണ്. അപ്പോൾ എന്താണ് ഈ പടച്ചോൻ ഈ ഒരു മില്ലത്ത് ഇബ്രാഹിമിനെ പിന്തുടരുന്നത് കൊണ്ട് ഉദ്ദേശിച്ചത് നമുക്കിങ്ങനെ തോന്നിയേക്കാം. പലരും കരുതിയിട്ടുള്ളത് ഈ ഇബ്രാഹിം നബീൻ്റെ ചരിത്ര പശ്ചാത്തലം അതാണ് ഈ മില്ലത്ത്, അല്ലാതെ ഇതിൻ്റെ അപ്പുറത്തേക്ക് എന്താണ് ഈ മില്ലത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പലർക്കും മനസ്സിലായില്ല. പലരും തെറ്റിദ്ധരിച്ചൊരു സംഭവമാണ്. അപ്പോൾ അവിടെ ഉസൂലി ഫുറൂ എന്നൊക്കെ ചർച്ചകളൊക്കെ വരുന്നതായിട്ട് കാണാം. അവിടെ അതെ, മില്ലത്ത് എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ 3 അർത്ഥത്തിൽ ഒരേ സംഗതികളാണ്, 3 സംഗതി മില്ലത്തും അതേപോലെ ദീനെന്നൊക്കെ ശരീഅത്തൊക്കെ പറഞ്ഞാൽ ഏകദേശം ഒരേ അർത്ഥത്തിൽ തന്നെയാണ് സംഗതി വരുന്നത്. അപ്പോൾ മില്ലത്ത് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ എന്താണ്, ഇപ്പോൾ ഒരു പ്രവാചകൻ വരുന്നതോടുകൂടെ ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് അവസാന ഉമ്മത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്നതോടുകൂടെ മുമ്പുള്ള എല്ലാ പ്രവാചകന്മാരും അവരുടെ കിതാബുകളൊക്കെ എന്തായി എടുക്കപ്പെടുകയാണ്. അപ്പോൾ ഇതിൽ എടുക്കപ്പെടുമ്പോൾ നമ്മൾ ഉസൂലിനെയാണോ ഫോളോ ചെയ്യേണ്ടത്, അഥവാ അടിസ്ഥാനപരമായ കാര്യം അതായത് തൗഹീദിനെയാണോ ഫോളോ ചെയ്യേണ്ടത്, അതോ അല്ലെങ്കിൽ ശാഖാപരമായ കാര്യങ്ങളെയാണോ ഫോളോ ചെയ്യേണ്ടത് എന്നൊരു സംശയമുണ്ട്. മില്ലത്ത് ഇബ്രാഹിമിനെ ഫോളോ ചെയ്യണമെന്ന് പറയുമ്പോൾ അപ്പോൾ ഇവിടെ ഇമാം റാസി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച് പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇങ്ങനെ ഉസൂലിനെയാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ എന്താണ്, ഒരു തൗഹീദ് എന്തായാലും ഒരിക്കലും ഒരാളെ തഖ്ലീദ് ചെയ്ത് തൗഹീദ് വരില്ല. നമുക്ക് സ്വയം അള്ളാഹു ഒരു ചിന്ത വരണം, സ്വയം തോന്നൽ വരണം. അതെ അതെ, തൗഹീദിനൊന്നും പിന്തുടരാൻ പറ്റും, തഖ്ലീദ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഉള്ള സാധനം. പിന്നെ ഫുറൂയിൽ അതുപോലെ തന്നെയാണ്. അപ്പോൾ അവിടെയാണ് ഇത് രണ്ടും അല്ലേ, ഫുറൂവല്ല മറ്റേ ഉസൂലിനല്ല പിന്തുടരേണ്ടത്, പിന്നെ എന്തോ ഒരു സാധനം അവിടെ ഉണ്ട്. ഇപ്പോൾ ഇമാം റാസി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, അന്നൽ മുറാദ അൽ അംറ ബി മുതാബഅതിഹി ഫി കൈഫിയത്തി ദഅവത്തി എന്നാണ്. അതേപോലെ തന്നെ എന്താണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഈ ഒരു പ്രബോധന രീതിയിലുണ്ടാകുന്ന ആ ഒരു രീതികളിലാണ് എന്താകുന്നത് ഫോളോ ചെയ്യേണ്ടതെന്ന് വെച്ചാലാണ്. അതായത് ഒരുപാട് ഹിക്മത്തുകളുള്ള ഒരു നബിയാണ് ഇബ്രാഹിം നബി എന്ന് പറഞ്ഞാൽ. ഒരുപാട് ഓർമ്മകളും ചരിത്രങ്ങളും അവരെ കുറിച്ചുണ്ട്. ഈ അവരുടെ ജീവിത രീതി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പ്രബോധന രീതി എന്ന് പറഞ്ഞാൽ ആ ഒരുപാട് ഹിക്മത്തുകൾ നിറഞ്ഞതും ഒരുപാട് ത്യാഗങ്ങൾ നിറഞ്ഞതും അങ്ങേയറ്റത്തെ തവക്കുൽ, അതായത് അള്ളാഹുവിൽ അത്രയ്ക്ക് മേൽ വരമേൽപ്പിച്ചിട്ടുള്ള ഒരു ദൈവത്തിൻ്റെ രീതിയാണ് ഇബ്രാഹിം നബിയിൽ കണ്ടത്. ആ ഒരു രീതിയെ തന്നെ പിന്തുടരുമെന്നാണ് നബി തങ്ങളോട് പറയുന്നത്. ആ കാലം എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹുവിനെ ആരാധിക്കുന്നതിനപ്പുറം സൂര്യന് ചന്ദ്രന് അതിനൊക്കെയാണ് ദൈവമായിട്ട് കാണുന്നത്. അവരെയാണ് ആ കാലഘട്ടത്തിലുള്ള ആളുകൾ ആരാധിച്ചിരുന്നത്. അപ്പോൾ അവരിൽ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പല ഹിക്മത്തുകൾ അവിടെ പ്രവർത്തിച്ചതായിട്ട് ഇബ്രാഹിം നബീൻ്റെ ചരിത്രത്തിൽ കാണാം. അതെ അതെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പ്രബോധനം ഉണ്ടാകുന്നത്, പ്രബോധനം ചെയ്യുന്ന രീതി വളരെ മികവുറ്റാർന്നതാണ് മനസ്സിലാകുന്നത്. വെച്ചാൽ ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ ഫോളോ ചെയ്യുമ്പോൾ ആ ഒരു ദൈവത്തിനെയാണ് ഫോളോ ചെയ്യാൻ പറയുന്നത് മുഫസ്സിറുകളൊക്കെ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇബ്രാഹിം നബിയുടെ പ്രബോധനം എങ്ങനെയാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇപ്പോൾ ഇബ്രാഹിം നബീൻ്റെ ഒരു ചരിത്രമൊക്കെ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. ഇബ്രാഹിം സൂര്യനെ കണ്ടിട്ട് പറയുക, അതേപോലെ തന്നെ ചന്ദ്രനെ കണ്ടിട്ട് ഇതൊക്കെ എന്താ റബ്ബാണെന്ന് പറയാം അടുത്ത് ആരാധിക്കുന്ന ആളുകളോട്. അതായത് അവരാണ് ആ ദിനങ്ങളാണ് അതിനെയൊക്കെ ആരാധിക്കുന്നത്. അപ്പോൾ അവരുടെ ഇടയിൽ തന്നെ പോയിട്ട് പറയണത് ഞാൻ ഇവരെ ഈ ഒരു സൂര്യനെ ആരാധിക്കുന്നു അല്ലെങ്കിൽ ചന്ദ്രനെ ആരാധിക്കുന്നു. എന്നിട്ട് ആ ചന്ദ്രൻ മാഞ്ഞു പോകുമ്പോൾ പറയുന്നു ഇങ്ങനെ എൻ്റെ റബ്ബ് ഇങ്ങനെ മാഞ്ഞു പോകുന്ന റബ്ബല്ലാന്ന്. അത് പ്രത്യേകമായിട്ടൊരു ഹിക്മത്താണ്. ഇങ്ങനെയുള്ള അവനല്ലല്ലോ റബ്ബാകേണ്ടത് എന്നുള്ളൊരു ചിന്ത അവരിൽ എന്താക്കാണ് മുന്നേറ്റാണ് ഇബ്രാഹിം നബി കൊണ്ടുവരുന്നത്. അതേപോലെ തന്നെയാണ് നബിതങ്ങളും ചെയ്തത്. അതായത് നബിതങ്ങൾ അവരുടെ തുടക്കകാലത്ത് വഹീൻ്റെ തുടക്കകാലത്ത് അപ്പോൾ അവിടെ എല്ലാവരോടും പോയിട്ട് പറയല്ല, ഈ പെട്ടെന്നുള്ള വിപ്ലവകരമായ മുന്നേറ്റം സാധ്യമാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ആദ്യം തന്നെ താനുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട ആൾക്കാരോട് പറഞ്ഞിട്ട്, അതായത് തന്നെ വിശ്വസിക്കുമെന്ന് തോന്നുന്ന അങ്ങനെയുള്ള ആൾക്കാരോടാണ് നബിതങ്ങൾ പറഞ്ഞത്. പിന്നെ ഒരു ബേസ് ഉണ്ടാക്കി എടുത്തതിന് ശേഷമാണ് എല്ലാവരിലേക്കും ഈ ഒരു ഇസ്ലാമിനെ കൊണ്ടുപോകുക. ഇബ്രാഹിം നബീൻ്റെ ആര് പറഞ്ഞില്ലേ, ഇപ്പോൾ ഇബ്രാഹിം നബി എന്നുള്ള സ്വന്തം ആൾക്കാരോട് കൂടി ഇപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് അങ്ങനെ പറഞ്ഞു, ത്വായിഫിലേക്ക് പോകുമ്പോൾ ആ ഒരു കുടുംബക്കാരോട് ആദ്യമാണ് പ്രബോധനം ചെയ്ത് വരുന്നതെന്ന് വെച്ചാൽ. അതേപോലെ തന്നെയാണ് ഇബ്രാഹിം നബി സ്വന്തം അതായത് ഉപ്പാൻ്റെ ജ്യേഷ്ഠൻ അങ്ങനെ ഒരാളെന്താണ് ആസറി എന്ന് പറയുന്ന ഒരാളെന്താണെന്നുണ്ട് പിതൃവ്യനാണല്ലേ. അപ്പോൾ പിതൃവ്യൻ എന്താണെന്നുണ്ട് ഫസ്റ്റ് പ്രബോധനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആസറി എന്ന് പറയുന്ന ആളൊരു ഈ ബിംബങ്ങളൊക്കെ വിറ്റ് അതേപോലെ തന്നെ അതിനെ ആരാധിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ആസറിൻ്റെ കൂടി വളരെ മയത്തിലാണ് എന്താകുന്നത്. ആസറിനെ ഫസ്റ്റ് തന്നെ ഈ ഒരു അദ്ദേഹത്തെ എന്താക്കി ഒരു
ബലാത്കാരത്തോട് ഇസ്ലാമിലേക്ക് വരൂ എന്നൊക്കെ പറയുന്നൊന്നുമില്ല. മറിച്ച് പറഞ്ഞു വെച്ചാൽ നിങ്ങളെന്താ വളരെ മൃദുലമായ രൂപത്തിലാണ് എന്താകുന്നത് ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നതൊക്കെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഇവർ വിശ്വാസത്തിലേക്ക് വന്നില്ല എന്നുള്ളതാണ് അവിടെ. അതേപോലെ തന്നെ വിധങ്ങളിൽ എടുക്കുകയാണെങ്കിലും ഇപ്പോൾ അബൂജഹലിനെ അതുപോലെ തായിഫിലേക്കൊക്കെ പോയ കുടുംബങ്ങളിലേക്ക് തന്നെ ആദ്യം ഇറങ്ങിയ ഒരു രംഗമുണ്ട്. പക്ഷെ അവിടെ നിന്നൊന്നും വിശ്വാസത്തിൻ്റെ ആ ഒരു ഇത് കിട്ടുന്നില്ല, വിശ്വസിക്കുന്നില്ല. സമൂഹം കുടുംബത്തിലുള്ളവർ പോലും എറിഞ്ഞാട്ടുന്നു, കളിയാക്കുന്നു. ആ ഒരു സ്വഭാവമായിരുന്നു ആ നാട്ടിലുണ്ടായിരുന്നത്. അതേപോലെ തന്നെ മെയിനായിട്ടുള്ളൊരു കാര്യമാണ് ആ ഒരു ത്യാഗസ്മരണയാണല്ലോ നമ്മൾ ഈ ഒരു പെരുന്നാളിന് കാണുന്ന ഈ ഒരു ഉൽഹിയത്തൊക്കെ. അതായത് ഒരുപാട് കാലം മാറ്റി നോറ്റുണ്ടായ ഒരു കുട്ടിയാണ് ഇസ്മായിൽ അലൈഹി സ്വലാം. ഒരുപാട് കാലം ദുആ ചെയ്തു. അങ്ങനെ ഈ ഇസ്മായിൽ നബി ഉണ്ടായി. അതായത് ആകെയുള്ള കുട്ടിയാണ്, പൊന്നോമനയാണ്. ആ പൊന്നോമനയെ അറുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു താലയുടെ ഒരു ഓർഡർ വരികയാണ്. അതായത് അള്ളാഹു ഇവരുടെ ഒരു തവക്കുലിനെ എത്രത്തോളം എന്നിലേക്ക് അവർ വിശ്വസിക്കുന്നുണ്ടെന്ന ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ അപ്പോൾ ആ ഒരു അവസരത്തിൽ നമ്മളൊക്കെ എന്തായിരിക്കും ചെയ്യുക? നമ്മൾ ഇതെന്ത് എന്നാ പറയുന്നത് തോന്നിപ്പോവും. അതൊന്നും തോന്നാതെ തൻ്റെ മകനോട് ചെന്ന് പറയുകയാണ്. സൂറത്തുൽ സാഫാത്തിൽ അതിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇന്നി അറാഫിൽ മനാം അന്നി അൽബഹുക്ക ഫൻദുർ മാദാ തറ. അപ്പോൾ ആ കുട്ടി പറയണ യാബത്തിഫൽ, അതായത് എന്താണോ നിങ്ങളോട് കൽപ്പിച്ചത് അത് ചെയ്തോളൂ എന്ന് പറയാണ്. അങ്ങനെ സ്വന്തം കുട്ടിയെ ഇങ്ങനെ അറുക്കാൻ വേണ്ടി വരികയും ആ ഒരു കോണ്ടസ്റ്റ് ആണ് ഈ ഒരു അത്രക്ക് ത്യാഗകരമായ ജീവിതം. അതായത് ആകെയുള്ള കുട്ടിയെ അറുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുങ്ങുന്ന അത്രയും തവക്കുലാണ്. അങ്ങനെയുള്ള തവക്കുൽ പലപ്പോഴും നബിതങ്ങളുടെ ജീവിതത്തിലും കണ്ടതായിട്ട് കാണാം. ഇപ്പോൾ ഇബ്രാഹിം നബിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. ഇബ്രാഹിം വല്ലാത്ത സഹനശേഷിയുള്ള ആളാണ്, ഇന്ന ഇബ്രാഹിം അല ഹലീമുൻ എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇബ്രാഹിം നബിയെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് വലിയൊരു ഒരുപാട് സ്വഭാവങ്ങളുടെ നല്ല സ്വഭാവങ്ങളുടെ ഉടമയാണ് ഇബ്രാഹിം നബി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ന ഇബ്രാഹിമ ഉമ്മ എന്നാണ് പറയുന്നത്. ഉമ്മ എന്ന് പറയുമ്പോൾ ഒരു ഇബ്രാഹിം നബി എന്ന് പറഞ്ഞാൽ ഒരു പ്രസ്ഥാനാണ് എന്നാണ്. അപ്പോൾ പ്രസ്ഥാനാണെന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകളുടെ സ്വഭാവം, നല്ല സ്വഭാവങ്ങൾ ഒരുമിച്ച് കൂടിയ ഒരാളാണ് ഇബ്രാഹിം നബി. സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ട് എല്ലാവരും ഇടപഴകി ജീവിക്കുന്ന ഒരു സ്വന്തം അനുയായികളോടൊക്കെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേപോലെ തന്നെ ആ ഒരു സഹനത്തെ അങ്ങനെ തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. അതായത് ഹന്തക്കിൻ്റെ ഒക്കെ വേളയിൽ നബിതങ്ങൾ വളരെ പട്ടിണി കിടന്നുകൊണ്ട്, ഒരു രാജ്യത്തിൻ്റെ രാജാവായ നബിതങ്ങൾ അത്രമേൽ പട്ടിണി കിടന്ന്, നമുക്കറിയാം ചരിത്രത്തിൽ കാണാം, വയറ്റിൽ കല്ല് വെച്ചിട്ട്, അതായത് ഒരു മനുഷ്യന് നേരെ നിൽക്കാതാവുക എന്ന് കഴിയാതിരിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വയറ്റിലൊന്നും ഇല്ലാത്ത അവസരത്തിലേക്കും. അപ്പോൾ നേരെ നിൽക്കാൻ കഴിയണമെന്നല്ലോ വെച്ചിട്ട് ഒരു കല്ലെടുത്ത് അരയിൽ കെട്ടിയ വയറ്റിൽ കെട്ടിയ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു അവസരത്തിൽ മലക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, നബി ഈ ഒരു പർവ്വതം നിങ്ങൾക്ക് മുഴുവനായിട്ട് സ്വർണ്ണമാക്കി തരട്ടെ. അപ്പോൾ അവിടെ നബിതങ്ങൾ പ്രയോഗിക്കുന്ന ഒരു ഹിക്മത്തുണ്ട്. ഈ പൂർണ്ണമായിട്ടും സഹനത്തിൽ ഊന്നിയിട്ട് ഈ ഒരു സ്വർണം കിട്ടിയാൽ, ഇത്രമേൽ സ്വർണം കിട്ടിയാൽ നബിതങ്ങൾക്ക് വലിയ പണക്കാരനാകാം. പക്ഷേ നമുക്കറിയാം ഈ ഒരു സൊസൈറ്റിയിലൊക്കെ കണ്ടുവരുന്നതാണ്, ഇപ്പോൾ വല്ലാതെ അങ്ങ് പണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ വിശ്വാസമൊക്കെ അങ്ങ് ഇട്ടെറിഞ്ഞ് പോകുന്ന ഒരു അവസ്ഥ പലപ്പോഴും കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പണം എനിക്ക് കിട്ടിയാൽ എൻ്റെ അനുചരന്മാർക്കും ഈ ഒരു പണം കിട്ടുമല്ലോ, അങ്ങനെ അവരും ഈ വിശ്വാസത്തിൽ നിന്ന് തെന്നിപ്പോകുമോ? ഇങ്ങനെയല്ല യഥാർത്ഥ വിശ്വാസിയാവേണ്ടത്. വളരെ സഹനത്തോടെ എല്ലാം എന്ത് കിട്ടിയാലും അത് റബ്ബിൽ നിന്നാണുള്ള ആ ഒരു ബോധത്തോടു കൂടെ പോകണമെന്നുള്ള ഒരു മോട്ടീവാണ് നബിതങ്ങൾ പലപ്പോഴും നൽകുന്നത്. ഖന്തക്ക് യുദ്ധത്തിൽ തന്നെ പറയുമ്പോൾ കടങ്ങ് കുഴിക്കുന്ന സന്ദർഭത്തിൽ തന്നെ അനുയായികളോടൊപ്പം ചേർന്ന് നിന്നിട്ട് നബിതങ്ങളും കൂടി എന്താക്കാണ്, അതിലിറങ്ങിയിട്ട് ഖന്തക്ക് കുഴിക്കാൻ കോടാനെടുത്തിട്ട് മണ്ണ് കളക്കുന്ന ഒരു രംഗം നമുക്ക് കാണാൻ കഴിയും. ഇബ്രാഹിം നബീനെ കുറിച്ച് എല്ലാ സെമിറ്റിക് മതങ്ങളിലൊക്കെ, അടിസ്ഥാനപരമായ മതങ്ങൾ സെമിറ്റിക് ആണല്ലോ. അപ്പോൾ സെമിറ്റിക് മതങ്ങളിലൊക്കെ വല്ലാത്ത പ്രിയപ്പെട്ട ആളാണ് ആര്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം. പക്ഷേ ഈ യുക്തിവാദികൾക്കിടയിൽ, എന്താ വെച്ചാൽ ഒരുപാട് മുമ്പേയുള്ള ആളുകൾക്കിടയിലൊക്കെ ഇബ്രാഹിം നബിയെക്കുറിച്ച് വല്ലാത്ത അദ്ദേഹം ഒരു സന്ദേഹവാദിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വലിയ മോശം തന്നെയായിട്ടാണ് തോന്നുന്നത്. സന്ദേഹവാദി എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതായത് ഈ ഒരു സൂര്യനെ കണ്ടപ്പോൾ ഇതെൻ്റെ ദൈവമാണ്, അല്ലെങ്കിൽ ചന്ദ്രൻ, അതൊക്കെ ഒരു പ്രത്യേകമായിട്ടുള്ള ഹിക്മത്ത് പ്രയോഗിക്കലാണ്. അതുപോലെ തന്നെ അങ്ങനെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ വലിയൊരു കാര്യമാണ് ഇബ്രാഹിം നബിയുടെ ഒരു തവക്കുല്, അള്ളാഹുവിലുള്ള അങ്ങേയറ്റത്തെ വരമേൽപ്പിക്കൽ. അത് ഒന്നുമില്ലാത്ത മക്ക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അന്നും ഇന്നും ഫലഭൂയിഷ്ടമല്ലാത്തൊരു ഏരിയയാണ്. വെള്ളമോ അല്ലെങ്കിൽ മറ്റൊന്നും ഇല്ലാത്തൊരു ഏരിയയാണ് മക്ക എന്ന് പറഞ്ഞാൽ. ആ മരുഭൂമിയായിട്ടുള്ള ആരും ഇല്ലാത്ത ഒരു മക്കയിൽ പോയിട്ട് തൻ്റെ ഭാര്യയെയും അതുപോലെ തന്നെ ഏക കുട്ടിയെയും അവിടെ ഒറ്റക്കാക്കുകയാണ്. അതായത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവിടെ ആക്കിയിട്ട് വരികയാണ്. സ്വന്തം നാട് വിട്ട്, വീട് വിട്ട്, കുടുംബക്കാരൊക്കെ വിട്ടിട്ട് ദീനിൻ്റെ പ്രബോധനത്തിന് വേണ്ടിയിട്ട് അവിടേക്ക് പോവുകയാണ്. അതേപോലെ തന്നെ നബിതങ്ങളുടെ ഹിജറയെ കൂടി നമുക്ക് ഇതിൽ ചേർത്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇവർ വെച്ചാൽ നേരത്തെ പറഞ്ഞില്ല, ഫലസ്തീനിൽ നിന്നാണ് ആര് വരുന്നത്? ഇബ്രാഹിം നബിയും അതേപോലെ തന്നെ ബിബി ഹാജറയും മകൻ ഇസ്മായിൽ അലൈഹി സ്വലാം ഒക്കെ ഫലസ്തീനിൽ നിന്നാണ് മക്കയിലേക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സ്ഥലത്ത് ഇബ്രാഹിം നബി വരുമ്പോൾ
ഇബ്രാഹിം നബി ഏറ്റവും ഫലഭൂയിഷ്ഠമായ ഭൂമിയിൽ നിന്നാണ് ഈ മക്കയിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പുല്ല് പോലും മുളക്കാത്ത ഒരു സ്ഥലത്ത്, വെള്ളമൊന്നും കാണാത്തൊരു സ്ഥലത്ത് ഇബ്രാഹിം നബി വന്നിട്ട് അള്ളാഹിനോട് ചോദിക്കുന്നതൊന്നുമല്ല. ഇതൊക്കെ വേണമെന്ന് മാത്രമല്ല ചോദിക്കുന്നത്, ഇതൊക്കെ വേണ്ടത് എന്തിനാണ്? അത് നിസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടിയാണെന്നത്. യുഖീമസ്സല എന്നിട്ട് ഫജഅൽ അഫ്ഇദത മിനന്നാസ് തഹ്വീല, എല്ലാവരുടെയും ഹൃദയങ്ങൾ ഇവരിലേക്ക് എടുത്തിട്ട് അങ്ങനെ ഒരു ഇസ്ലാമിക പ്രബോധനമാണ് ആര് കാണുന്നത്? ഇബ്രാഹിം നബി. അപ്പോഴാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ ഇസ്മായിൽ നബീൻ്റെ ഈ ഒരു കാലിട്ടടിക്കുന്ന റംസം വെള്ളത്തിൻ്റെ ഉറവ് കിട്ടുന്നതൊക്കെ അങ്ങനെ അവിടെ ഒരു സംസ്കാരം രൂപീകരിക്കപ്പെടുകയും അങ്ങനെ ഇസ്ലാമിൻ്റെ ഒരു പ്രബോധനത്തിൻ്റെ വലിയൊരു, അതായത് അങ്ങേറ്റ തവക്കുലിലൂടെയും സഹനത്തിലൂടെയും അതുപോലെ തന്നെ ത്യാഗങ്ങൾ ഏറ്റെടുക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് എല്ലാ വിപ്ലവവും കൊണ്ടുപോകാൻ സാധിക്കൂ. ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ മാസത്തിൽ നടന്നിരിക്കുന്ന ഹജ്ജ് കർമ്മങ്ങളിലെ സഫ. അതായത് ഈ മില്ലത്ത് ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ ആരോടെങ്കിലും ഉള്ള, അതായത് നബി തങ്ങളോട് മാത്രമുള്ള ഒരു കൽപ്പനയല്ല, മൊത്തത്തിൽ എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു മാതൃകയാണ് ഈ മില്ലത്ത് ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ എന്തൊരു വെഞ്ചർ തുടങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എന്തൊരു കാര്യം തുടങ്ങുകയാണെങ്കിലും അതിലൊക്കെ നമ്മൾ അങ്ങേറ്റത്തെ സഹനവും ത്യാഗമൊക്കെ സഹിക്കേണ്ടി വരും. അതായത് തോൽവികളുണ്ടാവും, പരാജയങ്ങളുണ്ടാവും, അല്ലെങ്കിൽ കഷ്ടപ്പെടുത്തുന്നവരുണ്ടാവും. അതായത് തായിഫിലേക്കൊക്കെ പോയ ഘട്ടത്തിൽ നബിതങ്ങൾ എല്ലാവരും ആക്രമിക്കുകയാണ്, അപ്പോൾ പോലും നബിതങ്ങൾ ക്ഷമിക്കുകയാണ്, അവരോടൊക്കെ ക്ഷമിക്കുകയാണ്. നബിതങ്ങൾ വേണമെങ്കിൽ ദ്വാരുന്നിട്ടുണ്ടെങ്കിലും ഉറപ്പായിട്ടും പഠിച്ചാൽ സ്വീകരിക്കുമായിരുന്നു. പക്ഷെ അതൊന്നുമല്ല ചെയ്യേണ്ടത്. യഥാർത്ഥ നേതാവ് എന്ന് പറഞ്ഞാൽ തന്നോട് എന്താണോ ആൾക്കാർ ചെയ്യുന്നത്, തന്നോട് വളരെ മോശമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും അവരോട് സ്നേഹം കാണിച്ച് അവരെ കൂടെ ഇതിലേക്ക് അട്രാക്റ്റീവ് ആക്കുക, എൻ്റെ സ്വഭാവ മഹിമ കൊണ്ട് അട്രാക്റ്റീവ് ആക്കുക എന്നുള്ളതാണ് ഏതൊരു നേതാവിൻ്റെയും നല്ല കഴിവ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ നമുക്കൊക്കെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, അതായത് നമ്മുടെ ദേവാ പ്രവർത്തനങ്ങളിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ മില്ലത്ത് ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ.